ആളുകളെ കശാപ്പ് ചെയ്ത് ശീലമുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങൾ പറയുന്നത് ശരിയുമാകുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിശ്ചയിക്കുന്നത്? കേരളത്തിൽ ഒരു MLA വധിക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ MLA അല്ല, മുസ്ലിം ലീഗിന്റെ MLA അല്ല, CPIM-ന്റെ MLA കേരളത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു MLA വധിക്കപ്പെടുന്നത് സങ്കല്പിക്കാൻ, ചിന്തിക്കാൻ കഴിയുമോ നമുക്കിന്ന്? കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരംഗം കൊല ചെയ്യപ്പെടുന്നു. 2 തവണ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് അസംബ്ലിയിൽ അംഗമായിരിക്കെയാണ് സഖാവ് കുഞ്ഞാലിയെ പട്ടാപ്പകൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ആ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടില്ല. കേരളത്തിന്റെ ജുഡീഷ്യറിയും കേരളത്തിന്റെ ഭരണകൂടവും ഒത്ത് കളിച്ചതിന്റെ തിക്താനുഭവമായിരുന്നു അത്. ഒരു MLA വെടിയേറ്റ് മരിച്ചിട്ട് ഒരു പ്രതി ശിക്ഷിക്കപ്പെടാതെ പോയി. ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറങ്ങി വന്ന് വെടിവെച്ചതായിരുന്നോ സഖാവ് കുഞ്ഞാലിയെ? CPIM-ന്റെ MLA-യെ ഭൂമിയിൽ നിന്ന് ഏതെങ്കിലും ദുശക്തികൾ മുളച്ച് പൊന്തി കൊല ചെയ്തതായിരുന്നോ സഖാവ് കുഞ്ഞാലിയെ? CPIM-ന്റെ MLA-യെ? UDF-ന്റെ കൺവീനർ വധിക്കപ്പെടുന്നത് ഇന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ കൊല ചെയ്യപ്പെടുന്നത് സങ്കല്പിക്കാൻ സാധിക്കുമോ നമുക്ക്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിരുന്ന CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് അഴീക്കോടൻ രാഘവനെ ഇരുട്ടിന്റെ മറവിൽ പതിയിരുന്ന് കുത്തിക്കൊലപ്പെടുത്തിയിട്ടില്ലേ? എവിടെയായിരുന്നു മാധ്യമധർമ്മക്കാരുടെ ഈ രോഷം? KPCC-യുടെ ഭാരവാഹികളിൽ ആരെങ്കിലും ഒരാൾ കേരളത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളിൽ ഏതെങ്കിലും ഒരാൾ, സെക്രട്ടേറിയറ്റ് മെമ്പർമാർ വധിക്കപ്പെട്ടിട്ടുണ്ടോ കേരളത്തിൽ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനറായിരുന്ന സഖാവ് അഴീക്കോടൻ രാഘവനെ അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. എത്രയെത്ര കൊലപാതകങ്ങൾ! ഒരു മുൻ MLA, കോൺഗ്രസിന്റെ MLA-യായി പിന്നീട് CPIM-ന്റെ സഹയാത്രികനായ അബ്ദുൽ ഖാദറിനെ കൊടുങ്ങല്ലൂർ അങ്ങാടിയിലിട്ട് പച്ചക്ക് കൊലപ്പെടുത്തി. പട്ടാപ്പകൽ. ഈ സംസ്ഥാനത്താണ് നടന്നത്, ഉത്തരേന്ത്യയിലല്ല. ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ മുൻ MLA-യെ, ലീഗിന്റെ മുൻ MLA-യെ രാഷ്ട്രീയ ശത്രുക്കൾ സംസ്ഥാനത്ത് കൊലപ്പെടുത്തിയിട്ടുണ്ടോ? 500-ലധികം സഖാക്കൾക്കാണ് കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഏറ്റവും അവസാനം അനീഷ് രാജ് എന്ന് പറയുന്ന SFI-യുടെ ഇടുക്കി ജില്ലയുടെ ഭാരവാഹി. എന്തേ ആരും ഒന്നും പറഞ്ഞില്ല? TP ചന്ദ്രശേഖരന്റെ വധം അപലപിക്കപ്പെടേണ്ടതാണ്, ഒരു തർക്കവുമില്ല. ആര് ചെയ്തു അത്? നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത്തരം ഒരു കൊല നടന്നത് ആസൂത്രിതമായിരുന്നു എന്നാരെങ്കിലും കരുതിയാൽ അവരെ എന്തിനു കുറ്റപ്പെടുത്തണം? പിറവത്തെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് നെയ്യാറ്റിൻകരയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശെൽവരാജനെ CPIM-ൽ നിന്ന് കൂറുമാറ്റി കൊണ്ടുപോയത് UDF. നെയ്യാറ്റിൻകരയിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോ LDF-ന്റെ ചില MLA-മാരെ കൂറുമാറ്റി കൊണ്ടുപോകാമെന്ന് ആഗ്രഹിച്ചു UDF. അതിന് കഴിയാതെ വന്നപ്പോ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് മാർഗവും അവലംബിക്കാമെന്ന സ്ഥിതി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ആ ആലോചനയാണ് TP ചന്ദ്രശേഖരന്റെ വധത്തിൽ കലാശിച്ചത് എന്ന് നാളെ ഈ നാടിനും സമൂഹത്തിനും അംഗീകരിക്കേണ്ടി വരും, ഒരു തർക്കവും വേണ്ട. നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ CPIM ഇങ്ങനെ ചെയ്യുമെന്ന് ആരാണ് വിശ്വസിക്കുക? തങ്ങളിൽ നിന്ന് കൂറുമാറിപ്പോയ ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും കൈയും മെയ്യും മറന്ന് ആ വർഗവഞ്ചകനെ പരാജയത്തിലേക്ക് കൂപ്പകുത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സമയത്ത്
TP ചന്ദ്രശേഖരനെ വധിച്ചുകൊണ്ട് സെൽവരാജന് കേരളത്തിന്റെ അസംബ്ലിയിലേക്ക് വീണ്ടും കടന്നു വരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്പമെങ്കിലും വിശ്വാസമുള്ള ആരും മുതിരില്ല. TPയെ വധിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വല്ല ഉദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ അതിന് പറ്റിയ അവസരം ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ CPM പരാജയപ്പെട്ടു. അന്ന് അരിശവും പകയും തീർക്കാമായിരുന്നല്ലോ CPIM-ന്. CPIM-ന്റെ കയ്യിലായിരുന്നല്ലോ പട്ടാളവും പോലീസും. അന്ന് അവസാനിപ്പിക്കാമായിരുന്നില്ലേ TPയുടെ ജീവൻ? എന്തിന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു അത് അവസാനിപ്പിക്കാൻ? പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിലും ഒഞ്ചിയം ഉൾപ്പെടുന്ന മേഖലയിൽ CPIM പരാജയപ്പെട്ടു. TPയെ വധിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ, ചന്ദ്രശേഖരന്റെ ജീവൻ അപഹരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ചെയ്യാമായിരുന്നല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലായിരുന്നല്ലോ ഭരണം. അവരത് ചെയ്തില്ല. അവര് TPയെ വധിക്കാൻ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു. എങ്കിൽ പോകട്ടെ, 2-ാം തീയതി 5 മണിക്ക് ശേഷം നടപ്പിലാക്കാമായിരുന്നല്ലോ അത്. 2-ാം തീയതി 5 മണിയാകുന്നതോടുകൂടി രാജ്യത്ത് കൊട്ടേഷൻ സംഘങ്ങൾ ഇല്ലാതാകുമോ? രാജ്യത്ത് പിന്നെ ഒരു രാഷ്ട്രീയ കൊലപാതകവും ഉണ്ടാവുകയില്ല എന്നാണോ നമ്മൾ നിനക്കേണ്ടത്? ആരോടാണ് ഇത് പറയുന്നത്? TPയെ വധിച്ച് അതിന്റെ ഉത്തരവാദിത്വം CPIM-ന്റെ തലയിൽ കെട്ടിവെച്ച് നെയ്യാറ്റിൻകരയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ UDF നടത്തിയ ഗൂഢമായിട്ടുള്ള നീക്കം, ആ നീക്കം തിരിച്ചറിയപ്പെടാതെ പോയിക്കൂടാ. ഇതിനു മുൻപും പലരും ഇത്യാദി കുതന്ത്രങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 1-ാമത്തെ ടേം നരേന്ദ്രമോദി ഗുജറാത്തിൽ പൂർത്തിയാക്കി. 2-ാമത്തെ ടേമിലേക്ക് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നരേന്ദ്രമോദി ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അദ്ദേഹത്തിനെതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത്. അതിനെ മോദി നേരിട്ടത് അക്ഷർധാം ക്ഷേത്രം ആക്രമിപ്പിച്ചുകൊണ്ടാണ്. പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിം തീവ്രവാദികൾ അക്ഷർധാം ക്ഷേത്രം ആക്രമിച്ചു എന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു. ക്ഷേത്രം ആക്രമിച്ച ആക്രമണകാരികളെ ജീവനോടുകൂടി പിടികൂടിയില്ല. അവരെ മുഴുവൻ വെടിവെച്ച് കൊലപ്പെടുത്തി. അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ 2-ാമതും നരേന്ദ്രമോദി ഗുജറാത്തിൽ അധികാരത്തിൽ വന്നു. 3-ാമത്തെ തവണ നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ ആസൂത്രിതമായി ഗോദ്രയിൽ ഒരു തീവണ്ടി ദുരന്തമുണ്ടാക്കി. അയോധ്യയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന ഹൈന്ദവ ഭക്തന്മാർ സഞ്ചരിച്ച തീവണ്ടി ഗോദ്രയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായി. ആ തീവണ്ടിയുടെ ഒരു ബോഗി കത്തി നശിച്ചു. 50ഓളം ഹൈന്ദവ ഭക്തന്മാർ വെന്ത് മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. മുസ്ലിം തീവ്രവാദികളാണ് ഗോദ്രയിൽ വെച്ച് തീവണ്ടി കത്തിച്ചത് എന്ന് പ്രചരിപ്പിച്ചു. 5000-ത്തിലധികം മുസ്ലിങ്ങളെ പച്ചക്ക് ചുട്ടുകൊല്ലുന്ന സ്ഥിതി ഗുജറാത്തിൽ ഉണ്ടാക്കി. ആ വംശഹത്യയുടെ പിൻബലത്തിൽ 3-ാമത്തെ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിക്ക് ജയിച്ചു കയറാൻ സാധിച്ചു. തങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നിവർത്തിക്കുന്നതിന് ഇതിന് സമാനമായ ഒട്ടനവധി സംഭവങ്ങൾ നമ്മളുടെ രാജ്യത്ത് പലരും ഉണ്ടാക്കിയിട്ടുണ്ട്. മതാടിസ്ഥാനത്തിൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട കാലത്ത് പോലും ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല, പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അക്ഷർധാം ക്ഷേത്രം ആക്രമിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. ഇടതുപക്ഷത്തെ ദുർബലമാക്കാൻ, നെയ്യാറ്റിൻകരയിലെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ, CPIM-നെ നാമവിശേഷമാക്കാൻ, ചന്ദ്രശേഖരനെ വധിച്ചുകൊണ്ട് നടത്തിയ ഗൂഢാലോചനയുടെ പൊരുൾ ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. രാഷ്ട്രീയ പ്രതിയോഗികളെ കമ്മ്യൂണിസ്റ്റുകാർ നിഷ്കാസനം ചെയ്യാറാണ് പതിവ്. അങ്ങനെയാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ സഖാവ് M.V. രാഘവൻ ജീവനോടുകൂടി നടക്കുമായിരുന്നോ കേരളത്തിൽ? സഖാവ് M.V. രാഘവൻ കോൺഗ്രസിൽ ചേർന്നിട്ടല്ലോ ഇന്നും ജീവിക്കുന്നത്. ഒരു പാർട്ടി ഉണ്ടാക്കി. സഖാവ് M.V. രാഘവനോട് CPIM പക തീർക്കണമായിരുന്നല്ലോ.
ഒരു ചെറിയ കല്ലെങ്കിലും എടുത്ത് രാഘവനെതിരെ എറിഞ്ഞു എന്ന് നമ്മൾ ആരെങ്കിലും കേട്ടോ? സഖാവ് ഗൗരിയമ്മയുടെ ദേഹത്തൊരു പോറലേൽപ്പിച്ചോ കമ്മ്യൂണിസ്റ്റുകാർ? എന്തിനധികം 10 കൊല്ലം CPIM-ന്റെ MP ആയി ഇന്നും ആ MP-യുടെ ആനുകൂല്യത്തിൽ കിട്ടുന്ന 40,000 രൂപ പെൻഷൻ പറ്റി കഴിയുന്ന അബ്ദുള്ള കുട്ടിയുടെ നേർക്ക് ഒരു നുള്ളും മണലെങ്കിലും CPIM-ന്റെ പ്രവർത്തകന്മാർ എടുത്തെറിഞ്ഞോ? അബ്ദുള്ള കുട്ടി ജീവിക്കുന്നില്ലേ? ഒറ്റപ്പാലത്തെ MP ആയിരുന്ന ശിവരാമൻ CPIM വിട്ടുപോയി. അദ്ദേഹത്തെ കൊന്നോ CPIM? ആലപ്പുഴയിലെ ഡോക്ടർ മനോജ് MP ആയിരുന്നു അവിടെ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് വിട ചൊല്ലിപ്പോയി. ഡോക്ടർ മനോജിനെതിരായി ആരെങ്കിലും ഒരു ശബ്ദമെങ്കിലും ഉയർത്തിയോ ആലപ്പുഴയിൽ? എന്നിട്ടാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയ എതിരാളികളെ ഗളച്ഛേദം ചെയ്യും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാര് കൊലപാതകികളും അക്രമകാരികളുമായി മാറിയിരിക്കുന്നു. ചീമേനിയിൽ 5 സഖാക്കളെ 1987 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരുന്നതിനിടയിലെ ദിവസങ്ങളിൽ ഓഫീസ് പൂട്ടിയിട്ട് ആ ഓഫീസിന് തീ കൊളുത്തി പച്ചക്ക് ചുട്ടുകൊന്നിട്ടുണ്ട് ഈ ഗാന്ധിയന്മാർ. ആ കോൺഗ്രസുകാരാണ് ഇപ്പൊ പറയുന്നത് തങ്ങൾ സമാധാനത്തിന്റെ ദൂതന്മാരും ശാന്തിയുടെ ഏറ്റവും വലിയ വാഹകന്മാരുമാണ് എന്ന്. ശ്രീമതി ഗാന്ധിയുടെ വധത്തെ തുടർന്ന് ആയിരക്കണക്കിന് സിഖുകാരെ തെരുവിലിട്ട് കശാപ്പ് ചെയ്തവരാണ് ഈ ഗാന്ധിയന്മാർ. അവരാണ് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഗീർവാണ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഖാവ് കുഞ്ഞാലിയെ വെടിവെച്ചു കൊന്നത് കോൺഗ്രസുകാരായിരുന്നില്ലേ? സഖാവ് അഴീക്കോടൻ രാഘവനെ കൊല്ലിച്ചത് കോൺഗ്രസുകാരായിരുന്നില്ലേ? ചീമേനിയിൽ 5 സഖാക്കളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് കോൺഗ്രസുകാരായിരുന്നില്ലേ? മുൻ MLA അബ്ദുൽ ഖാദറിനെ കൊടുങ്ങല്ലൂർ അങ്ങാടിയിടിട്ട് കൊലപ്പെടുത്തിയത് കോൺഗ്രസുകാരായിരുന്നില്ലേ? മുസ്ലിം ലീഗും രാഷ്ട്രീയ കൊലപാതകത്തിൽ പിന്നിലല്ല. AP അബൂബക്കർ മുസ്ലിയാരുടെ 5 അനുയായികളെയാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുണ്ടൂർ കുഞ്ഞുവിനെ 27-ാം രാവിലാണ് റമളാൻ ദിവസം വെട്ടിക്കൊലപ്പെടുത്തിയത് കുണ്ടൂരങ്ങാടിയിലിട്ട് ലീഗിന്റെ പ്രവർത്തകന്മാർ. അവർക്ക് നിയമസഹായം ചെയ്തു കൊടുത്തത് മുസ്ലിം ലീഗ് പാർട്ടി ആയിരുന്നില്ലേ? അമ്പലക്കണ്ടിയിലെ KTC അബ്ദുൽ ഖാദർ കമ്പിപ്പാര കൊണ്ടാണ് തലക്ക് കുത്തിയിറക്കി കൊലപ്പെടുത്തിയത്. അരിശം തീരാഞ്ഞിട്ട് ആ കമ്പിപ്പാറയുടെ മേൽ പച്ചക്കൊടി കെട്ടിയില്ലേ? ആ മുസ്ലിം ലീഗാണോ ഇപ്പോ സമാധാനത്തിന്റെയും ശാന്തിയുടെയും ലോഹയണിഞ്ഞുകൊണ്ട് നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്? പാണ്ടിക്കാട്ടെ കുട്ടിക്കയെ ലീഗുകാർ കൊലപ്പെടുത്തിയതാണ്. AP അബൂബക്കർ മുസ്ലിയാരുടെ അനുയായിയായി പോയി എന്നതുകൊണ്ട് മാത്രം. ഗൂഡല്ലൂരിനടുത്ത മൂച്ചിക്കുണ്ടിൽ അബ്ദുവിനെ മുസ്ലിം ലീഗുകാർ നിഷ്ഠൂരമായി കൊല ചെയ്തു. എത്ര CPIM-ന്റെ സഖാക്കളെ കൊല ചെയ്തിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ? ഇതൊന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ചന്ദ്രശേഖരനെ വധിച്ചത് CPIM-ന്റെ പ്രവർത്തകന്മാരും CPIM-ന്റെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടിയുമാണ് എന്ന നുണക്കഥയാണ് എങ്ങും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിച്ചാൽ ഈ നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അക്രമകാരികളുടെ സംഘമായി മുദ്രകുത്തപ്പെടും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ നാമവിശേഷമാക്കാം, ഇല്ലാതാക്കാം. അതിനുള്ള ഗൂഢമായിട്ടുള്ള നീക്കങ്ങളാണ് നമ്മളുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ആരെക്കാളും അധികം ഈ നാടിന്റെ അഭിവൃദ്ധിയും പുരോഗതിയും ആഗ്രഹിക്കുന്നവർക്ക് കഴിയണം, സാധിക്കണം. ഈ മാധ്യമ വേട്ടയിൽ ആരുടെ പക്ഷത്താണ് നമ്മൾ നിൽക്കേണ്ടത്? ഇവരിതിനു മുൻപും വേട്ടകൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് അക്കാര്യങ്ങളൊക്കെ എവിടെ എത്തിയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചിരുന്നത്? എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി വല്ല കേസിലും പ്രതിയായോ? മാധ്യമങ്ങൾക്ക് ഇപ്പോ ഒന്നും പറയാനില്ലേ അതേക്കുറിച്ച്? നിങ്ങൾ ഈ നാട്ടിൽ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുക, എന്നിട്ട്
പാർട്ടികളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കുക, സംഘടനകളെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ നയം അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ ഈ നാട്ടിൽ എന്ത് സംഭവിക്കും എന്ന് കണ്ടിരുന്ന് കാണാം. ആളുകളെ സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുക, വീടുകൾ റെയ്ഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ എത്ര നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലടക്കമായിരുന്നു ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്ത്. രാഷ്ട്രീയമായിട്ടുള്ള വിരോധം ഭരണം ഉപയോഗിച്ചുകൊണ്ട് നടത്താൻ CPIM മുതിർന്നിരുന്നു എങ്കിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പോലും ഇന്നുണ്ടാകുമായിരുന്നു. ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൂടേണ്ട സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ലേ? ഇതൊക്കെ ആര് മറന്നാലും ലീഗ് മറക്കരുത് എന്ന് എനിക്ക് പറയുവാനുള്ളൂ. കോൺഗ്രസുകാര് അധികാരത്തിന്റെ ഹുങ്കിലും അധികാരത്തിന്റെ മുഷ്കിലും ഒരുപക്ഷെ ഇതൊക്കെ ചെയ്യാം. പക്ഷേ CPIM-ന്റെ നേതാക്കളെയും CPIM-ന്റെ പ്രവർത്തകരെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസിൽ കൊടുക്കുന്നു. പ്രസംഗിക്കാൻ പാടില്ല, പോലീസുകാരെ വിമർശിക്കാൻ പാടില്ല. ഇതെന്താ വെള്ളരിക്കാപട്ടണം? പോലീസുകാർക്ക് കേസെടുക്കാൻ പൂതിയുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും CPIM-ന് മാർച്ച് നടത്തി അവിടങ്ങളിലൊക്കെ പോലീസിനെതിരായി പ്രസംഗിക്കാൻ കഴിയും. നൂറുകണക്കിന് കേസുകൾ ഓരോ പോലീസ് സ്റ്റേഷനിലും CPIM-നെതിരായി CPIM-ന്റെ പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും എതിരായി എടുക്കേണ്ടി വരും. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമൊന്നുമല്ല, കമ്മ്യൂണിസ്റ്റുകാരനുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാധ്യമങ്ങളാൽ ഇങ്ങനെ വേട്ടയാടപ്പെടുമ്പോ എന്റെ മനസ്സ് പോലും പറയുന്നു, എന്ത് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും ഈ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന്. ചുവപ്പും ഇടതുപക്ഷ ബോധവും മനസ്സിലുള്ള എല്ലാ മനുഷ്യരും അത്തരമൊരു തീരുമാനത്തിലും സമീപനത്തിലുമായിരിക്കും എത്തുക എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. പാർട്ടി ഭരിക്കുമ്പോഴല്ല പാർട്ടിയുടെ കൂടെ ആളുണ്ടാകേണ്ടത്. പാർട്ടിയുടെ സൗകര്യങ്ങൾ പറ്റാൻ സാധിക്കുന്ന സന്ദർഭത്തിലല്ല പാർട്ടിയുടെ കൂടെ ആളുകൾ ചുറ്റും കൂടേണ്ടത്. പാർട്ടി ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ വിഷമത്തെ അഭിമുഖീകരിക്കുമ്പോ വേട്ടപ്പട്ടി പിന്നിൽ കൂടിയതുപോലെ വേട്ടനായക്കളാൽ അതിക്രൂരമായി വേട്ടയാടപ്പെടുമ്പോ അത്തരമൊരു സന്ദർഭത്തിലാണ് പാർട്ടിയുടെ കൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹമുള്ളവർ, അതിനോട് അനുഭാവമുള്ളവർ അണിനിരക്കേണ്ടത്. ഇത് ഗൂഢമായിട്ടുള്ള നീക്കമാണ്. ഈ നീക്കത്തെ പ്രതിരോധിച്ചില്ല എങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ദുർബലമാകുന്ന സ്ഥിതി ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് ആരാണ് നേടാൻ വേണ്ടി പോകുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ നന്നായി മനസ്സിലാക്കണം. VKC മുഹമ്മദ് കോയയുടെ വീട്ടിലേക്ക് പോലീസിനെ പറഞ്ഞയപ്പിച്ചു. VKC അറിയപ്പെടുന്ന ഒരു വ്യവസായിയാണ്. CPIM-ന്റെ മുൻ MLA ആയിരുന്നു. അതിന്റെ പേരിലാണോ മാന്യനായ ഒരു വ്യക്തിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ വേണ്ടി പോലീസിനെ അയച്ചത്? ഇടതുപക്ഷ മുന്നണിയുടെ ഭരണകാലത്ത് ഇങ്ങനെ പോലീസിനെ കയറൂരി വിട്ടിരുന്നെങ്കിൽ ഈ പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതാവ് ഇന്നുണ്ടാകുമായിരുന്നില്ല എന്ന് ഓർക്കണം. CPIM അത് ചെയ്തോ? രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഭരണ സംവിധാനത്തെയും പോലീസിനെയും ഉപയോഗിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവലംബിച്ചോ? കൂലങ്കഷമായി നമ്മൾ ആലോചിക്കേണ്ടതാണിത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തളർന്നു പോയാൽ, അവർക്ക് ക്ഷീണം സംഭവിച്ചാൽ, ചെങ്കൊടി താഴ്ന്നു പറക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഭൂപ്രഭുത്വത്തിന്റെ പുതിയ അവതാരങ്ങൾ പുനർജനിക്കും. ജന്മിത്വം ഈ നാട്ടിൽ പുതിയ രൂപത്തിലും ഭാവത്തിലും പ്രത്യക്ഷപ്പെടും. ധനാഢ്യന്മാരും പുതിയ സമ്പന്ന വർഗവും ഈ നാട്ടിലെ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും പഞ്ചപുച്ഛമടക്കിച്ചു നിർത്തും തങ്ങളുടെ മുന്നിൽ. ഇവിടത്തെ അധസ്ഥിതരും പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളും വർഗീയ കോമരങ്ങളുടെ അതിക്രൂരമായ അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെടും. അത്തരമൊരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയോട് സന്ധി ചെയ്യാം. ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയിൽ ചൂട്ടുപിടിച്ചു കൊടുക്കാം. ഈ കമ്മ്യൂണിസ്റ്റ് വേട്ടയിൽ അവർക്കും പങ്കാളികളാകാം. അതല്ല, ഈ നാടിന്റെ അഭിവൃദ്ധിയും പുരോഗതിയുമാണ് അവർ ആത്മാർത്ഥമായി ലക്ഷ്യം വെക്കുന്നതെങ്കിൽ
ഈ നാട്ടിലെ സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവരുടെ ജീവിത പ്രയാസങ്ങളുടെ, ദുരന്തങ്ങളുടെ മാറാപ്പുകൾ എന്നേക്കുമായി ഇല്ലാതാക്കലാണ് മനുഷ്യരുടെ ലക്ഷ്യമെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങളുടെ ആഗ്രഹമെങ്കിൽ, അവർ ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രതിരോധത്തിന്റെ കവചം തീർക്കുവാനാണ് ശ്രമിക്കേണ്ടത്. സത്യം പുറത്തു വരുന്ന ദിവസം ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നവർ ദുഃഖിക്കേണ്ടി വരും. അവർ കൈകടിച്ച് അവരുടെ പ്രയാസം രേഖപ്പെടുത്തും, ഒരു സംശയവും വേണ്ട. അത്തരം ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇനി നീങ്ങും. 2-ാം തീയതിയായിരുന്നു പ്രശ്നം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഏതൊരു ഗതിയിലേക്ക് ഈ അന്വേഷണം പോയാലും ന്യായമുണ്ട്. പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഞങ്ങൾ അന്വേഷണം നടത്തിയത്. കക്ഷികളെയൊക്കെ ചോദ്യം ചെയ്യുന്നതും അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ പത്രങ്ങളിൽ വരുന്നതും എന്തൊരു സാമ്യതയാണ് ആ റിപ്പോർട്ടുകൾക്ക് തമ്മിൽ. നമ്മളുടെ നാട്ടിൽ സുനാമി ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ പോലും ഇത്ര ഒരു ഐക്യപ്പെടലുണ്ടായിട്ടില്ല പത്രപ്രവർത്തകന്മാർ തമ്മിൽ. മരിച്ച ആളുകളുടെ കണക്കുകൾ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ 1000 എന്ന് പറഞ്ഞു, ചില ആളുകൾ 1200 എന്ന് പറഞ്ഞു, ചില ആളുകൾ 1300 എന്ന് പറഞ്ഞു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരായിട്ടുള്ള പത്രമാധ്യമങ്ങളുടെ എഴുത്തിൽ ഒരു പത്രം വായിച്ചാൽ മതി, മനോരമ വായിച്ചാൽ മതി, എങ്കിൽ മറ്റു പത്രങ്ങളൊന്നും വായിക്കേണ്ട. മാധ്യമം പോലും മനോരമയുടെ ഒരു തനി പകർപ്പായി ഇപ്പൊ രൂപപ്പെട്ടു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തിന് ഈ ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർത്തതിന്റെ പേരിൽ മാധ്യമം ഒറ്റപ്പെടുത്തപ്പെട്ടപ്പോ ഈ പത്രങ്ങളും ഈ പത്രമുതലാളിമാരും മാധ്യമത്തിന്റെ കൂടെ ഉണ്ടായോ? ബിജു ബി നായർ ഒരു ലേഖനം എഴുതി മാധ്യമം ആഴ്ചപ്പതിപ്പിൽ. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. ഇവിടുത്തെ ഏത് പത്രമാണ് അതിനെതിരായി പ്രതിഷേധിച്ചത്? ഏത് പത്രത്തിലാണ് അതിനെതിരായി പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം വന്നത്? സലീം എന്ന് പറയുന്ന ഒരു സബ് ഇൻസ്പെക്ടറെ അതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. ഏതെങ്കിലും പത്രം അതിനെതിരായി പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു? പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത് ചോർത്തിക്കൊടുക്കുമ്പോ അതിലൊന്നും ഒരു തെറ്റും ആരും കാണുന്നില്ല. പത്രമാധ്യമങ്ങളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുന്നത് പോലെയല്ലേ കാര്യങ്ങൾ പത്രത്തിൽ വായിച്ചാൽ നമുക്ക് തോന്നുക? ഈ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നത് വാർത്താ മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. ഇത് എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് ഈ മഹാപരാധത്തിന് കൂട്ടുനിൽക്കുന്നത്? കോൺഗ്രസിനും വലതുപക്ഷ പാർട്ടികൾക്കും UDF-നും രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടാകാം. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളുണ്ടോ? അത്തരത്തിലുള്ള താല്പര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ തുറന്ന് പറയട്ടെ. ഈ ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ദുർബലമാക്കാൻ ലോകാടിസ്ഥാനത്തിൽ നടന്ന ഗൂഢാലോചന ഇന്ത്യയിലും നടക്കുന്നു, കേരളത്തിലും നടക്കുന്നു. എന്താ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്? ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 32 വർഷം ഭരിച്ചതുകൊണ്ട് അവിടെ ഒരുപാട് പ്രയാസങ്ങൾ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു, മുസ്ലിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു. 34 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രമാണ് ഒരു വർഗീയ കലാപം പോലും ഇല്ലാതെ പോയത്. അത് ബംഗാളിലായിരുന്നു. 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വൻ നഗരങ്ങളിൽ, വ്യവസായ പട്ടണങ്ങളിൽ മുഴുവൻ ഭീകരാക്രമണങ്ങൾ നടന്നു, തീവ്രവാദാക്രമണങ്ങൾ നടന്നു. ഏറ്റവും അധികം ഭീകരവാദ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുള്ള പ്രദേശം ബംഗാളായിരുന്നു. നഗരം കൽക്കട്ടയായിരുന്നു. 90-കൾക്ക് ശേഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന സ്ഫോടന പരമ്പരകളിൽ പ്രതികൾ എന്ന സംശയത്തിന്റെ മുനയിൽ പിൻബലത്തിൽ 1 ലക്ഷത്തോളം മുസ്ലിം ചെറുപ്പക്കാരെയാണ് വ്യത്യസ്ത ജയിലുകളിലായി വിചാരണ തടവുകാരായി പാർപ്പിച്ചിരിക്കുന്നത്. ബംഗാളിൽ ടാഡ പോട്ട തുടങ്ങിയ നിയമം, ആ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലോ അടിസ്ഥാനത്തിലോ ഒരു മുസ്ലിം ചെറുപ്പക്കാരനെയെങ്കിലും പിടികൂടി ബംഗാളിലെ ഏതെങ്കിലും ജയിലിൽ വിചാരണ തടവുകാരനായി
പാർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ക്ഷയിച്ചാൽ, ദുർബലമായാൽ, കോൺഗ്രസ് അവരുടെ വർഗീയ മുഖം പണ്ടത്തെ